നമസ്കാരം. ഇടുക്കിയിലും കരുവന്നൂർ മോഡൽ CPM ഭരിക്കുന്ന മൂന്നാർ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായിട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2022-23 സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിലാണ് ഈ വലിയ ക്രമക്കേട് നടന്നിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. മാക്സി മൂന്നാർ എന്ന കമ്പനി രൂപീകരിച്ച് 12.4 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നതാണ് വിവരം. സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ 22.53 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 31 കോടി രൂപ ചെലവിൽ വാങ്ങിയിട്ടുള്ള റിസോർട്ടും അമ്യൂസ്മെന്റ് പാർക്കും മാക്സി മൂന്നാർ എന്ന സഹ കമ്പനി രൂപീകരിച്ച് ബാങ്കിന്റെ ഭരണസമിതി അതിന് കീഴിലാക്കുകയായിരുന്നു. റിസോർട്ടിന്റെ 3% ഓഹരികൾ CPM നേതാക്കളുടെ പേരിലാക്കിയെന്നുമാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ള കണ്ടെത്തൽ. സഹകരണ സംഘ നിയമപ്രകാരമുള്ള ചട്ടങ്ങൾ പാലിക്കാതെയാണ് സഹ കമ്പനികൾ രൂപീകരിച്ചിരിക്കുന്നത്. കമ്പനിയുടെ 97% ഓഹരിയും ബാങ്കിന്റെ പേരിൽ തന്നെയാണ്. 3% ഓഹരിയാണ് മുൻ സെക്രട്ടറിയും CPM നേതാക്കളും ചേർന്ന് സ്വന്തമാക്കിയിരിക്കുന്നത്. 50 കോടി രൂപ മുടക്കിയാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് 3 പദ്ധതികൾ ആരംഭിച്ചിരിക്കുന്നത്. റിസോർട്ട്, അമ്യൂസ്മെന്റ് പാർക്ക്, സിപ്പ് ലൈൻ തുടങ്ങിയിട്ടുള്ള പദ്ധതികളാണ് ഈ സഹകരണ ബാങ്ക് ആരംഭിച്ചിരിക്കുന്ന പദ്ധതികൾ. ഈ പദ്ധതികൾ സഹ കമ്പനി രൂപീകരിച്ച് ആ പേരിലേക്ക് മാറ്റുകയായിരുന്നു. ബാങ്കിന്റെ സാമ്പത്തിക ഇടപാടിന്റെ റിപ്പോർട്ട് ഓഡിറ്റിംഗിന് ഹാജരാക്കിയ സമയത്ത് സഹകരണ കമ്പനികളിലേക്ക് മാറ്റിയ 3 വിനോദസഞ്ചാര പദ്ധതികളും ലാഭം എത്രയാണ് എന്നതിനെ കുറിച്ച് കണക്കാക്കിയിരുന്നില്ല. ജോയിന്റ് രജിസ്ട്രാറുടെ അനുമതിയില്ലാതെ അധികം പണം നൽകിയാണ് റിസോർട്ട് വാങ്ങിയിരിക്കുന്നത്. സഹകരണ കമ്പനികളിലേക്ക് പദ്ധതി മാറ്റിയതിനും സഹകരണ വകുപ്പിന്റെ അനുമതിയില്ല. സഹകരണ നിയമ ഭേദഗതി പ്രകാരം അംഗീകാരം നഷ്ടമാകുന്ന കാരണത്താൽ മാക്സി മൂന്നാറിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു എന്നാണ് ബാങ്കിന്റെ വിശദീകരണം. കമ്പനിയുടെ ചെലവ് വരവ് കണക്കുകൾ സഹകരണ വകുപ്പിന് ബോധ്യപ്പെടുത്തിയെന്നും അടുത്ത സാമ്പത്തിക വർഷത്തെ ഓഡിറ്റിംഗിൽ ഈ കാര്യം വ്യക്തമാക്കുമെന്നും ബാങ്ക് ഭരണസമിതി അറിയിച്ചിട്ടുണ്ട്. അതേസമയത്ത് തൃശൂരിൽ നിന്നും പുതിയ തട്ടിപ്പ് വിവരങ്ങളും ഇതോടൊപ്പം തന്നെ ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പ്രവാസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരിൽ 12% പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിച്ച് വഞ്ചിച്ചു എന്നതാണ് തൃശൂരിൽ നിന്ന് ഉയരുന്ന പരാതി. 1 ലക്ഷം മുതൽ 35 ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടവർ ഈ കൂട്ടത്തിലുണ്ട്. 100 പേരിൽ നിന്നായി 10 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ഇങ്ങനെ നടന്നിരിക്കുന്നത്. വൻ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും കമ്പനി ഉടമകളെ പോലീസ് സംരക്ഷിച്ചു വരികയാണ് എന്നതാണ് പരാതി. തൃശൂർ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്ന് തട്ടിപ്പ് നടന്നിട്ടുണ്ട്. നിക്ഷേപകർക്ക് വൻ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് തട്ടിപ്പ്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് ഇതിനൊക്കെ പിറകിൽ CPM പ്രവർത്തകർ അല്ലെങ്കിൽ സഖാക്കന്മാർ ഉണ്ട് എന്നത് തന്നെയാണ്. കരുവന്നൂർ കേസിനേക്കാൾ വലിയ തട്ടിപ്പുകൾ ഇനിയും പുറത്തു വരാനുണ്ട് എന്നതാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.